ഇപ്പോഴത്തെ ഒരുപാട് പുതിയ സിനിമയിൽ ഡ്രഗ്സ്, ആൽക്കഹോൾ, സെക്സ് എന്നീ വിഷയങ്ങളെ സറൗണ്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വൺ സൈഡ് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് റിയാലിറ്റി കാര്യങ്ങൾ നടക്കുന്നു, അത് കാണിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു സൈഡ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. സാറിൻ്റെ അഭിപ്രായം എന്താണ്? പുതിയ തലമുറയിൽ ഒരുപാട് പേര് അത്തരത്തിൻ്റെ ഡ്രഗ്സിൻ്റെ ഒരു 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 പിടിയിലായിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒരു സിനിമ എടുക്കുമ്പോൾ അത് കണ്ടിട്ടാണ് എനിക്കൊന്നും അതുവരെ ഉപയോഗിക്കാത്ത ആൾക്ക് കൂടി ഉപയോഗിക്കണമെന്ന് തോന്നുന്ന രീതിയിലല്ല അതിനെ കാണിക്കേണ്ടത്. അതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് കാണിക്കേണ്ടത്. എല്ലാ നെഗറ്റീവ് ആസ്പെക്ട്സിനെയും ഗ്ലോറിഫൈ ചെയ്യുക, വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മളെല്ലാ സിനിമകളിലും മറ്റേ കൊട്ടേഷൻ, കൊല, മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ അവരൊക്കെ ഹീറോസായിട്ട് തോന്നുന്നു. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നുണ്ട് അല്ലേ. ചെറുപ്പക്കാരൊക്കെ അത് കൊള്ളാമല്ലോ, ഇതിങ്ങനെ നടന്നാൽ രണ്ടെണ്ണടി കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന ചിന്തിക്കുന്ന ചിന്തകളും കൊടുക്കാൻ പാടില്ല. ഇതിനൊക്കെ അത്തരം പോകുന്ന ആൾക്കാർക്കെല്ലാം ഉണ്ടാകാവുന്ന സെറ്റ് ബാക്സ് എന്താണെന്ന് നമ്മൾ പറയുമ്പോഴാണ് അതാണ് ഒരു ദൗത്യം ഒരു കലാകാരൻ. അല്ലാതെ നമ്മൾ ജീവിതത്തെ പച്ചയായിട്ട് കാണിക്കുന്നു, ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്നതല്ലേ എന്ന് പറയുന്നത് ആർക്കും കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും നമുക്ക് പൊതുവേ കാണിക്കേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അതല്ലല്ലോ. സാറിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരാണ്, ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രോം ദിസ്. യു ആർ ബ്ലെസ്ഡ് വിത്ത് ടു ലവ്ലി ചിൽഡ്രൻ അല്ലേ, ജോ ആൻഡ് സെബ. എല്ലാവർക്കും പൊതുവെ ഒരു ചോദ്യം ഉണ്ടാവും, സിനിമയിലേക്ക് കണ്ടില്ല, വന്നില്ല, എന്താണ് സാർ, അവരെന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? മോൻ അവൻ ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി പഠിച്ചു. UK-ലും BA ഓണേഴ്സാണ്, 3 വർഷത്തെ കോഴ്സായിരുന്നു, കംപ്ലീറ്റ് ചെയ്തു. ആദ്യമേ അവനെ നമ്മുടെ വഴിക്കുള്ള റെഗുലർ പഠന മേഖലയിലേക്ക് വിട്ടു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് BBA പോലെയുള്ളൊരു കോഴ്സിനൊക്കെ ചേർത്ത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതല്ല താല്പര്യം, ഫോട്ടോഗ്രാഫി പഠിക്കണം. അപ്പം ഞാനും ആലോചിച്ചു, കാരണം ഞാനും അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. അന്നത് സംഭവിച്ചില്ല. പിന്നെ ഭാഗ്യം കൊണ്ട് നമ്മളിവിടെ വന്നു. അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള വഴിക്ക് പോട്ടെ, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന വഴികളിൽ പോകുമ്പോഴേ നമ്മളതിനകത്ത് മിടുക്കരാവുള്ളൂ. നമ്മളെ നിർബന്ധിച്ച് പലപ്പോഴും സംഭവിക്കാറുള്ളത് മക്കൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ അതുപോലെ ഓരോ ഇന്ന മേഖലയിലേക്ക് മക്കൾ പോകണമെന്ന് പേരൻസ് തീരുമാനിക്കുകയും അവരെ വിടുകയും അവർക്കതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ, കാരണം അവർക്ക് സമൂഹത്തിന് കൊള്ളാത്ത ഡോക്ടർമാരായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽസായിട്ട് മാറുന്നു. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾക്കെല്ലാം കാര്യം അവർ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അതൊരു വല്ലാത്ത പാഷനോട് ചെയ്യും, അതിലേറ്റവും എക്സൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അങ്ങനെയാണ് അവൻ്റെ വഴിക്ക് വിട്ടത്. അവനിനി അതിനകത്ത് എങ്ങനെ കയറി വരണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊക്കെ ഉള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്നല്ലാതെ ലെറ്റ് ഹിം ഡിസൈഡ് ഹിസ് കരിയർ ആൻഡ് പ്രൊഫഷൻ. മകളും അവൾ ആർക്കിടെക്ചർ BA ചെയ്യുന്നു. അവൾ ഫൈനൽ ഇയറാണ്. അതും അവളുടെ ഇഷ്ടമാണ്, അതിന് പോകണമെന്ന്, അത് തന്നെ ചെയ്യണമെന്ന്. വരയ്ക്കാനൊക്കെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ തന്നെ ഓപ്റ്റ് ചെയ്തതാണത്. എന്തായാലും ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവത്തില്ല അവൾ. അവന് ക്യാമറയുടെ മുമ്പിൽ ഒരിക്കൽ വന്ന് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിലും അതൊരു തമാശയ്ക്ക് ചെയ്തതാണ്. പക്ഷെ അവന് സിനിമയിൽ എന്തുമാത്രം താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല. സർ, ദൈവദൂതൻ എന്ന് പറയുന്ന സിനിമ TV-യിൽ കണ്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത മൂവിയാണ്. വൈ ഡിഡ് ഇറ്റ് നോട്ട് ഡു വെൽ അറ്റ് ദ ബോക്സ് ഓഫീസ്? അത് എൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കഥയാണത്. ഞാനും രഘുനാഥ് പരേരയും കൂടെ ചേർന്നിട്ട് എഴുതിയ കഥയാണത്. അന്ന് ആ കഥ പിന്നീട് സിനിമയാക്കാൻ കഴിഞ്ഞില്ല. അന്ന് ശരിക്കും ഇന്ന് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം ഒരു 7 വയസ്സുള്ള കുട്ടിയാണ്. ശരിക്കും 7 വയസ്സുള്ള കുട്ടിയുടെ എക്സ്പീരിയൻസസാണ്, അയാളുടെ കാഴ്ചപ്പാടിലാണ് ആ സിനിമ പോകുന്നത്. പിന്നീട് ഒരു 17 വർഷങ്ങൾക്ക് ശേഷം അതേ കഥ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ പ്രൊഡ്യൂസറുടെ അടുത്ത് പറയുകയും അദ്ദേഹം അത് ഭയങ്കര താല്പര്യമായിട്ട് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പഴയ സ്ക്രിപ്റ്റ്, ഞാൻ പൊടി പിടിച്ച് കീറിപ്പോയ പഴയ സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുവന്ന് അത് റീവർക്ക് ചെയ്ത്, അപ്പോഴെൻ്റെ മുമ്പിൽ അപ്പോഴും മോഹൻലാലില്ല, എൻ്റെ മുമ്പിൽ യങ് ഹീറോ, ഒരു ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനും പെൺകുട്ടിയുമായിരുന്നു. പിന്നെ മ്യൂസിക് എല്ലാം കമ്പോസ് ചെയ്തു. പക്ഷേ അതും ന്യൂ ഫേസസിനെ വെച്ചിട്ടുള്ള സിനിമ തുടങ്ങാൻ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഈ കഥ പിന്നീട് മോഹൻലാലിൻ്റെ അടുത്ത് യാദൃശ്യമായിട്ട് പ്രൊഡ്യൂസർ പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ കഥ ഇഷ്ടപ്പെടുകയും ഞാൻ ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതെല്ലാം പിന്നെ വീണ്ടും പൊളിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പം അതിൻ്റെ ഒരു നമ്മൾ ആദ്യം കൺസീവ് ചെയ്ത കഥയെല്ലാം മാറി, ഇതൊരു സ്റ്റുഡൻ്റായി മാറി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു കൺസീവ് ചെയ്ത ഒരു ഫൈനസ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോണ്ടി വന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഒരു 60% എങ്കിലും എനിക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത്തരം സെറ്റ് ബാക്സ് അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നെങ്കിൽ പോലും ടെക്നിക്കലി അത് വളരെ വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
അത് പലപ്പോഴും പിന്നെ പടം കണ്ടവരൊക്കെ പറയുന്ന ഒരു ഹോളിവുഡ് മൂവീസിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റിയിൽ ചെയ്ത സിനിമയാണ് അതിൻ്റെ വിഷ്വലിയും ടെക്നിക്കലിയൊക്കെ അത് മ്യൂസിക്കലിയും ഒക്കെ. പക്ഷേ ഇതൊക്കെ സിനിമയെ തിയേറ്ററിൽ ഓടാൻ സഹായിച്ചില്ല എന്നുള്ളതാണ്. ഇനീഷ്യൽ വന്ന ഓഡിയൻസാണ് അതിനെ റിജക്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ തിയേറ്ററിൽ നിന്ന് സിനിമകൾ മാറിയപ്പോഴത്തേക്കും ശരിക്കും ആ സിനിമയ്ക്ക് വരേണ്ടിയിരുന്ന ഓഡിയൻസിന് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും സിനിമ മാറിപ്പോവുകയും ഇത് ഫ്ലോപ്പാണെന്നും ഫെയിലിയറാണെന്നൊക്കെ അങ്ങോട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നെ ഇത് ഈ പറയുന്ന പോലെ ടെലിവിഷനിലൊക്കെ വരുമ്പോഴാണ് ആൾക്ക് അയ്യോ ഇത് കാണാൻ പറ്റില്ല, നല്ല സിനിമയായിരുന്നല്ലോ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ടും എൻ്റെ കരിയറിൽ ശരിക്കും 2000 ശേഷമുള്ള എൻ്റെ ഒരു സെറ്റ് ബാക്കിനൊരു വലിയ കാരണം ആ ഒരു സിനിമയുടെ ഫെയിലിയറാണ്. ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ റിലീസായി. സാറിൻ്റെ തോട്ട്സ് എന്താണ്? വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് നമ്മൾ പ്രേക്ഷകർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ്. അത്തരത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു. വളരെ സന്തോഷം. അപ്പോൾ സാർ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം എന്നോടൊപ്പം ഇരുന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കിട്ടെന്നെ താങ്ക് യു സോ മച്ച്. I consider this as a golden opportunity for me to speak to you and I also enjoyed it because it was very casual. നമ്മളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു രൂപത്തിലല്ല. എൻജോയ്ഡ് ഇറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. So thank you so much, sir. Thank you so much for giving us so many good movies. Thank you. I hope to see more from you. Thank you so much, sir. Thank you. Thank you. മായേ നീയൻ കാണാക്കൂട്ട്